അപ്പോഴേ പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ ഒരു അത്ഭുത ലോകം ഏതാണെന്നല്ലേ അല്ലേ? കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി. ഈ പുൽമേടുകളും ഈ വീടുകളും എല്ലാം കാണുമ്പോൾ ഈ മനോഹരമായ താഴ്വരകൾ നിറഞ്ഞ ഈ രാജ്യം ഏതാണെന്നല്ലേ? നമ്മുടെ സ്വിറ്റ്സർലൻഡ് അല്ലേ? അപ്പോൾ മനോഹരമായ ഗ്രാമങ്ങൾ, പച്ചപ്പുൽമേടുകൾ, നീലത്തടാകങ്ങൾ, ഇതെല്ലാം ഒരു പ്രകൃതി സ്നേഹി എന്ന് വിശേഷിപ്പിക്കുന്നവർ അല്ലെങ്കിൽ ആരും അല്ലാത്തവർ പോലും ആകർഷിച്ചു പോകുന്നവരെ മയക്കുന്ന ഒരു വലിയ ഒരു സ്വപ്നലോകമാണ് നമ്മുടെ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത്. കണ്ടോ, വീടുകളും അവിടുത്തെ യാതൊരു പ്രകൃതിയെ നോവിപ്പിക്കാത്ത തനിമയുള്ള പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ, ഇപ്പോഴും മഞ്ഞ് മൂടിക്കിടക്കുന്ന ആൽപ്സ് പർവ്വതനിരകൾ അല്ലേ, ഇതെല്ലാം സ്വിറ്റ്സർലൻഡിനെ വലിയ സുന്ദരിയാക്കുന്നു. അപ്പോൾ മഞ്ഞ് പതിച്ച പർവ്വതനിരകളിൽ ലോകപ്രശസ്തമായ ഈ ആൽപ്സ് സ്വിറ്റ്സർലൻഡിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ്. ഞങ്ങളിന്ന് പോകുന്നത് ഏഞ്ചൽ ബർഗിലെ മൗണ്ട് തിറ്റ്ലീസിലേക്കാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ പോകുന്ന വഴിക്ക് കണ്ട ഈ ദൃശ്യങ്ങൾ തന്നെ നമ്മൾ സ്വിസ്സിനെ ഇത്രയൊക്കെ കണ്ടാൽ മതി, ഇത് സ്വിസ്, അതാണ് സ്വിസ് അല്ല. അപ്പോൾ തടാകങ്ങളും വെള്ളച്ചാട്ടങ്ങളും, അതായത് ഇതിലെ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ റൈൻ നദി അല്ലേ, റൈൻ നദി വെള്ളച്ചാട്ടം. അതുപോലെ തന്നെ ഈ ലൂട്ടൻബർഗ് എന്ന് പറയുന്ന സ്ഥലവും, പിന്നെ ലൂസൺ തടാകം, ജനീവ തടാകം, ഇവിടെയൊന്നും നമ്മൾ പോകുന്നില്ല. നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ മൗണ്ട് തിത്ലിസ് അത് കാണാനായിട്ട് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3238 മീറ്റർ ഉയരത്തിൽ ബെർണീസ് ഓബർലാൻഡിനും സെൻട്രൽ സ്വിറ്റ്സർലൻഡിനും ഇടയിലുള്ള സസ്റ്റെയിൻ പാസിന് വടക്കുള്ള ശ്രേണിയിലെ ഏറ്റവും ഉയരമുള്ള ഒരു കൊടുമുടി. ഒബാൾഡൻ ബേൺ കണ്ടോണുകൾക്കിടയിലുള്ള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഉറി ആൽപ്സ് പർവ്വതനിരകളിലെ ഒരു പർവ്വതമാണ് ടിറ്റ്ലിസ്. ലോകത്തിലെ ആദ്യത്തെ കറങ്ങുന്ന കേബിൾ കാറായ ടിറ്റ്ലിസ് റൊട്ടയർ മഞ്ഞുമലകൾ, ഹിമാനികൾ, ഐസ് പ്ലെയർ എന്നിവയ്ക്ക് പേര് കേട്ടതാണ്. അപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കേട്ടോ, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്നവർക്കെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഞ്ചാര കേന്ദ്രമാണ് മൗണ്ട് തിറ്റ്ലിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ കേബിൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ മഞ്ഞുമലയുടെ 360 ഡിഗ്രി ദൃശ്യം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു ക്ലിഫ് വാക്കുണ്ട്. പിന്നെ അതായത് യൂറോപ്പിലെ തന്നെ ഏറ്റവും ഉയർന്ന തൂക്കുപാലമാണിത്, ഈ ക്ലിഫ് വാക്ക് എന്ന് പറയുന്നത്. പിന്നെ മഞ്ഞ് ഗുഹയുണ്ട്, ഈ ഹിമാനികളുണ്ടെന്ന് പറയാം, ഹിമാനിക്കുള്ളിൽ മഞ്ഞ് ഗുഹയുണ്ട്. അപ്പോൾ ഐസ് കേവ് ഉണ്ട്, സ്നോ പാർക്കുണ്ട്. അപ്പോൾ മഞ്ഞ് വിനോദങ്ങൾക്കുള്ള നമുക്ക് കടന്ന് ചാടി മറിയാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ലുസേൺ നഗരത്തിന് അടുത്തുള്ള എൻബർഗിൽ നിന്നാണ് ഈ മൗണ്ട് തിറ്റ്ലിസിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ മൗണ്ട് തിറ്റ്ലിസിൽ വരാതെ ആരും പോകത്തില്ല. കാരണം അത്രയ്ക്ക് മനോഹരമായ, അത്രയ്ക്ക് ഐസിൽ ഏറ്റവും ഈ ആൽപ്സ് പർവ്വതനിരകളിൽ കടന്ന് കളിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നത് ഈ മൗണ്ട് തിറ്റ്ലിസിൽ ആണ്. ഈ തിറ്റ്ലിസിൻ്റെ കൊടുമുടിയെ മഞ്ഞരയ്ക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്നതിനാൽ എപ്പോഴും മഞ്ഞ് മൂടിയതായിരിക്കും. അതുപോലെ തന്നെ മരവിക്കുന്ന താപനിലയുള്ള തണുത്തുറഞ്ഞ മഞ്ഞ് മൂടിയ കാലാവസ്ഥയാണ് എപ്പോഴും ഇവിടെയുള്ളത്. അപ്പം ഞങ്ങളെല്ലാവരും ഇതിൻ്റെ അകത്ത് കിടന്ന് ചാടി മറിഞ്ഞു കേട്ടോ. എനിക്കിതൊക്കെ കാണുമ്പോൾ നമ്മുടെ കാശ്മീരും ലഡാക്കും ഒക്കെയാണ് ഓർമ്മ വരുന്നത്. നമ്മൾ കാശ്മീരിൽ കഴിഞ്ഞാൽ നമ്മുടെ കാശ്മീർ നമ്മുടെ സ്വിസ് തന്നെയല്ലേ. നമുക്ക് സ്വിസ് എന്ന് പറയുന്ന ഒരു ഗ്രാമം തന്നെ കാശ്മീരിലുണ്ട്. അപ്പോൾ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലും ഇത് തന്നെ, നമ്മുടെ രാജ്യത്തും ഇത് തന്നെയുണ്ടെന്ന് നമുക്ക് അഭിമാനിക്കാം അല്ലേ. കർദുങ്കല പാസൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ പോയിട്ടുള്ളവർക്കറിയാം അല്ലേ. അപ്പോൾ സ്വിസ് എന്ന് പറയുന്ന മനോഹരമായ രാജ്യമാണെന്ന് പറയുമ്പോഴും നമ്മുടെ കേരളവും നമ്മുടെ കാശ്മീരും ഒക്കെ എല്ലാം നമ്മുടെ രാജ്യം അതിനോടൊപ്പം കടപിടിക്കുന്നത് തന്നെയാണ് അല്ലേ. അതെ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തും ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട് എങ്കിൽ പോലും നമുക്ക് എപ്പോഴും നമ്മൾ ഉപമിക്കുന്ന നമ്മുടെ കാശ്മീരും ലഡാക്കും നമ്മുടെ കേരളത്തിലെ മൂന്നാറും ഒക്കെ എല്ലാ സ്ഥലങ്ങളും അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു അന്തരീക്ഷം കർദുങ്കലയിലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട് ലഡാക്കും കാശ്മീരും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ നമുക്ക് കേബിൾ കാറിൽ സഞ്ചരിച്ച് കാശ്മീരിൽ
ഇതുപോലുള്ള അനുഭവം നമുക്ക് അവിടെയും നമുക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയും മനോഹരമായൊരു സ്ഥലം സ്വിസ് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഒരു മിനി സ്വിറ്റ്സർലൻഡ് ഉണ്ട് അല്ലേ? ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാലത്തെ അനുഭവം, അവിടെ പോകണം. അപ്പം നമുക്ക് ഏറ്റവും അടുത്ത് സ്വിറ്റ്സർലൻഡിലൊന്നും പോകണമെന്നില്ല, നമ്മുടെ രാജ്യത്ത് തന്നെ ഈ വക എല്ലാവിധ കാലാവസ്ഥകളും അടങ്ങിയ ഒന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ട്. അപ്പം അതും മനോഹരമാണ്. അപ്പം യൂറോപ്പ് കാണാൻ ആഗ്രഹിക്കുന്നത് പോകുമ്പോൾ ഈ മൗണ്ട് തിത്ലീസ് ഒഴിവാക്കാറില്ല. സ്വിസ് കാണും, അവിടുത്തെ ചോക്ലേറ്റിൻ്റെയും അവിടുത്തെ ഗ്രാമങ്ങളിലെയൊക്കെ ഭംഗി ആസ്വദിക്കുകയും ചെയ്യുന്നു. ഓക്കേ.